നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃസ്നേഹത്തിൽ എല്ലാവർക്കും വന്ദനം. എൻ്റെ നിരവധി അടുത്ത സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുഖവരകളുടെ ഔപചാരികതകളില്ലാതെ ദൈവ വചന ചിന്തയ്ക്കായിട്ട് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം ദിവസങ്ങൾ എന്നെ ഏറെ കർത്താവ് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത് അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സസ് 1-6. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട്. ആറ് വരെയുള്ള വാക്യങ്ങളെ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നല്ല ദേവനേ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നല്ലതാക്കി. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാധാരമാവാ. വേദനാഥനെ നിന്റെ വേദനാഥനെ. പിതാവാം ദൈവമേ, പുത്രനാം കർത്താവേ, പരിശുദ്ധാത്മാ ദൈവമേ, വീണ്ടും ഞങ്ങൾ തിരുസന്ധിയോടെ അടുത്ത് വരുന്നു. ഞങ്ങളോടുന്ന് രാത്രി കൃപയാകണമേ. അങ്ങയുടെ വചനത്തെ ചുറ്റാകാൻ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവേ അങ്ങയ്ക്ക് പ്രസാദം ആയിരിക്കട്ടെ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ദയവായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല സമയത്തിനായി വീണ്ടും കർത്താവിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കലൂടെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം അത് ക്രിസ്തുയേശുവിൻ്റെ യുണീക്ക്നെസ്സിനെ കാണിക്കുന്ന, അവിടുത്തെ അതുല്യതയെ കാണിക്കുന്ന ഒരു പുസ്തകമാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം അവിടുന്ന് ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠമായ സ്ഥാനമാണ്. 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ദൂതന്മാർ നമ്മളെക്കാട്ടിലൊക്കെ യേശു അവരെക്കാട്ടിലും ശ്രേഷ്ഠമെന്ന് കാണിക്കും. കാരണം എന്താണ്? കൊലോസ് ലേഖനമൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ദൂത ആരാധനകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠനാണെന്ന് കാണിക്കുവാൻ 1-ാം അധ്യായം ഉപയോഗിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കാണുന്നു, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവക ആത്മാക്കൾ. തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. അവൻ പ്രവാചകനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. അത് കഴിഞ്ഞോ കാണുന്നു അവിടുത്തെ പൗരോഹിത്യം, അത് വലിയ പൗരോഹിത്യമാണ്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ശ്രേഷ്ഠ മഹാപൗരോഹിത്യം, ദൈവത്തിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് കാണും. അത് ആരെക്കാട്ടിലും വലുതാണ്? ലേവിയ പൗരോഹിത്യത്തെക്കാട്ടിലും വലുതാണ്. ഒരു അപ്പോളജറ്റിക്കിൻ്റെ ഒരു വാക്ചാതുരോടെ, ഒരു താർക്കികൻ്റെ ഒരു മനോഭാവത്തോടെയാണ് അവിടെ അത് പറയുന്നത്. എങ്ങനെ? നിങ്ങളെല്ലാം കൊണ്ട് വലിയ കാര്യമായി നടക്കുന്നത് ലേവിയ പൗരോഹിത്യമല്ലേ? ലേവിയ പൗരോഹിത്യത്തെക്കാട്ടും വലുതാണ് യേശു കർത്താവിൻ്റെ പൗരോഹിത്യം. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഏത് ക്രമപ്രകാരം? മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തു വന്നെന്നും അത് ലേവിയ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് എങ്ങനെയാണ് സ്ഥാപിച്ചേ? നോക്കണം. അബ്രഹാം യുദ്ധം ചെയ്ത് ജയിച്ചു വന്നപ്പോൾ മൽക്കീസദേക്ക് അവനെ എതിരേറ്റു. എതിരേറ്റിട്ട് എന്തോ കൊടുത്തു? അപ്പവും
വീഞ്ഞും കൊടുത്തു. അങ്ങനെയല്ലേ? അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പവും വീഞ്ഞും കൊടുത്ത കാര്യം എന്താ? പഴയ നിയമം നിഴലല്ലേ, പുതിയ നിയമം അതിൻ്റെ പൊരുളല്ലേ. അപ്പവും വീഞ്ഞും കൊടുത്തു. ആര്? മൽക്കീസദേക്ക് ആർക്ക് നിഴലായിട്ട് നിൽക്കുക? യേശുവിന് നിഴലായിട്ട് നിൽക്കുക അല്ലേ? അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് എന്തോ ചെയ്തു? അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവണ്ണം തന്നെ അവിടുന്ന് പാനപാത്രവും എടുത്തു. ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകും, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിനെന്ന് പറഞ്ഞു. അപ്പം നോക്കുക, മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പം അബ്രഹാം മൽക്കീസദേക്കിന് എന്ത് കൊടുത്തു? സകലത്തിലും ദശാംശം കൊടുത്തു. ദശാംശം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ കൊടുത്തവൻ വാങ്ങുന്നവനെക്കാട്ടിലും, കൊടുത്തവനാണോ വാങ്ങിയവനാണോ വലുത്? സംശയമല്ലേ? ഒരു നിമിഷം ഒരു സംശയം. കൊടുത്ത ആളാണോ വാങ്ങിയ ആളാണോ വലുത്? ഇന്നും വേണ്ടാതെ കൊടുത്തവനാ വലുത് ആണോ? അല്ല, അല്ല, കൊടുത്ത ആളല്ല വലുത്. ആരാ വലുത്? വാങ്ങിയ ആളാ വലുത്. അവിടെയാണത് തെളിയിക്കുന്നത്. അബ്രഹാം മൽക്കീസദേക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു. ആരാ വലുത്? വാങ്ങുന്ന ആളാണ് വലുത്. ശരിക്കും അവിടെയാണ് ഈ കൊടുക്കുന്നുള്ള വാക്കിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മളൊരാൾക്ക് ഒരു സാധനം കൊടുത്താൽ കൊടുക്കുന്ന ആളുടെ കൈ എവിടെ ആയിരിക്കും? കൊടുത്താൽ നമ്മളൊരാൾക്കൊരു സാധനം കൊടുത്തു, അപ്പോൾ ആ കൊടുക്കുന്ന ആളുടെ കൈ എവിടെ ആയിരിക്കും? മേളിലായിരിക്കും. വാങ്ങുന്ന ആളുടെ കൈയോ? താഴെ ആയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം, ദൈവത്തിന് ആർക്കും എന്ത് ചെയ്യാനൊക്കത്തില്ല. ദൈവത്തിന് ആർക്കും എന്ത് ചെയ്യാനൊക്കത്തില്ല? കൊടുക്കാനൊക്കത്തില്ല. ഒക്കോ? കൊടുത്താൽ നമ്മുടെ കൈ എവിടെ ആവും? മേളിലാവും. തമ്പുരാനോട് എന്തോ പറയണം? എടുക്കാൻ പറയണം. എടുത്താലേ കൈ എടുക്കാൻ നോക്കിക്കും. എടുക്കുമ്പം കൈ എവിടെ ആയിരിക്കും? താഴെ. ഒന്ന് എടുത്തോ എന്നൊന്ന് പറയാമോ? കൈ എന്ന് വെച്ചിട്ട് നോക്കിക്ക്. എടുത്തു എന്ന് പറഞ്ഞാൽ കൈ എവിടെ വരും? താഴെ വരും. തമ്പുരാൻ എന്തോ ചെയ്യും? മേളിൽ നിന്ന് എടുക്കും. ഈ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പൂജാരിമാർക്ക് പ്രസാദം കൊടുക്കും, കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ രണ്ട് കൈ കൊണ്ട് കൊടുക്കും. പൂജാരിയെ എടുത്തിട്ടോ ഇച്ചിരി സാധനം എല്ലാം കൊണ്ട് അവിടെ കയ്യിലോട്ട് എന്തോ ചെയ്യും? വെച്ച് കൊടുക്കും. രണ്ട് കൈയും തൊഴുന്ന് മേടിക്കും. ഭയങ്കര കൺസെപ്റ്റ് അതിനകത്തുണ്ട്. കൊടുക്കുന്നവരുടെ കൈ മേളിലാകരുത്. അതാണ് അവിടെ പറയുന്നത്. അതാണ് അബ്രഹാം മൽക്കീസദേക്കിന് എന്തു കൊടുത്തു? ദശാംശം. അപ്പോൾ ആരാ വലുത്? മേടിച്ചവനാ, കൊടുക്കുന്നവൻ. അങ്ങനെയാണെങ്കിലോ ലേവി എവിടെ ഉണ്ടായിരുന്നു? അവൻ്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലേവിയും എന്ത് കൊടുത്തിട്ടുണ്ട്? ദശാംശം കൊടുത്തിട്ടുണ്ട്. അന്നേരം അവിടെ എന്താ തെളിയിക്കുന്നത്? ലേവിയ പൗരോഹിത്യത്തെക്കാൾ വലുതാണ് ആരുടെ പൗരോഹിത്യം? യേശുവിൻ്റെ പൗരോഹിത്യം. തുടർന്നു കാണുന്നത് കർത്താവിൻ്റെ ബലിയാണ്. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കും. യേശുവോ താൻ കഴിച്ച തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി കീറി കഴിച്ച ഏകയാഗത്തിലൂടെ നമുക്ക് വേണ്ടി വരുത്തിയ ആ സൽഗുണപൂർത്തി കർത്താവിൻ്റെ യാഗം. 10-ാം അധ്യായം കൊണ്ട് ആ പ്രമേയം അവസാനിക്കുകയാണ്. 11-ാം അധ്യായത്തിൽ കാണുന്നത് അടുത്തൊരു വേറൊരു കാര്യമാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. എന്നിട്ടോ കുറേ വിശ്വാസവീരന്മാരുടെ പട്ടിക എവിടെ മുതലാ? അല്ല, ആര് മുതലാ പട്ടിക കാണുന്നേ? ഹാബേൽ മുതലുള്ള ഒരു പട്ടിക. ഈ ഹാബേൽ മുതലുള്ള പട്ടിക വന്നിട്ട് 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നവൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയുണ്ട്. ഈ ഓട്ടത്തിൽ ക്ഷീണിച്ചു പോകും. മനുഷ്യനല്ലേ? ക്ഷീണിച്ചു പോകും. ക്ഷീണിച്ചു പോകുമ്പോൾ ഒരു മരുന്നും വെച്ചിട്ടുണ്ട്. എന്തോ ചെയ്യണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പോൾ ക്ഷീണിക്കത്തില്ലേ? ഉള്ളി ക്ഷീണിച്ച് മടുത്തു പോവും. സത്യമല്ലേ? മടുത്തു പോകുമ്പോൾ എന്തോ ചെയ്യണം? ആരെ നോക്കണം? ക്രിസ്തുവിനെ നോക്കണം. ശരിക്കും ആരെ മനുഷ്യനങ്ങ് മടുക്കില്ലേ? ശുശ്രൂഷയിലൊക്കെ എത്ര പ്രാവശ്യം മടുപ്പുണ്ടാകും. ഇനിയും വേണ്ടാന്നൊക്കെയുള്ള ചിന്ത വരത്തില്ല. വരുമ്പോൾ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. എല്ലാം മടുപ്പും മാറാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വിശ്വാസിയെല്ലാം നോക്കി എപ്പം മടുത്തു പോയെന്ന് ഓർത്താൽ മതി. മടുക്കാതിരിക്കാൻ ഒരു മാർഗ്ഗമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആരെ നോക്കുക? യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കി എല്ലാം മടുപ്പും മാറും അല്ലേ? എല്ലാം മടുപ്പും മാറും. കാരണമോ താൻ സഹിച്ച സഹനത്തിലെല്ലാം എന്നിട്ട് ഒന്നും പറയാതെ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൽ ഇവരോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ അല്ലേ? അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവന് മിണ്ടാതിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കും.
ഇത് കഴിഞ്ഞിട്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ പ്രായോഗികമായ കുറേ കാര്യങ്ങൾ, അത് അതിൻ്റെ കൺക്ലൂഡിങ് ചാപ്റ്ററാണ്. ഉപസംഹാരം എന്നൊക്കെ പറയത്തില്ലേ, വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എന്ന സ്വന്തം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും ഗൗരവമേറിയ ചില പ്രായോഗിക ക്രിസ്തീയ ജീവിത സമീപനങ്ങളെ അവിടെ കുറിച്ചിടുകയാണ്. നമുക്കെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനിത്വത്തിൻ്റെ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത, ഇറ്റ്സ് നോട്ട് എ ഫിലോസഫിക്കൽ റിലിജിയൻ. ക്രിസ്ത്യാനിറ്റി ഒരു ഫിലോസഫിക്കൽ റിലിജിയനാണോ? ആണോ? അല്ല. ഹിന്ദുയിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ റിലിജിയനാണ്, ഭയങ്കര ഫിലോസഫിക്കൽ റിലിജിയനാണ്. 2000 വർഷമായിട്ട് നമ്മൾ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എന്തെല്ലാം പ്രശ്നം നമുക്കുണ്ട്, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഒരു 2%, 2%ഒക്കെയാണ് ഇപ്പോഴും കണക്ക്. ഇപ്പോഴത്തെ റീസെൻറ്റ് സർവേക്കകത്തും 2 പോയിൻ്റ് ഒക്കെയാണ്. തത്വത്തിൽ 7 ഉണ്ടെന്നൊക്കെ പറയുന്നു, എങ്കിൽ പോലും അതാരും അങ്ങ് ഒഫീഷ്യലല്ല. എങ്കിൽ പോലും കൊറിയയിലൊക്കെ എന്താ ഇങ്ങനെ ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാകുന്നത്? ജപ്പാനിൽ എന്താ ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടായിട്ട് ഇന്ത്യയിൽ അത് സംഭവിക്കാത്തത്? ഇന്ത്യയിൽ സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്ത്യ മോശമല്ല, ഇന്ത്യ ഒരു ഫിലോസഫിക്കൽ അടിത്തറയുള്ള ഒരു രാജ്യമാണ്. വേദങ്ങളുടെ ആധാരമാക്കിയ ഭയങ്കര സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ഒരു ഭയങ്കര അടിത്തറയുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. അല്ലെങ്കിൽ ഇത്രയും നാളും മിഷണറിമാർ ഇത്രയും പ്രവർത്തിച്ചിട്ടും എന്തേ 2000 വർഷമായിട്ട് കാര്യമായ ഒരു ചലനം നമുക്ക് ഉണ്ടാക്കാനൊക്കാതെ പോയത്? ഒരു കാര്യമാണ്, ഹൈലി ഫിലോസഫിക്കലാണ് ആ റിലിജിയൻ. എളുപ്പത്തിൽ അതിൻ്റെ അടിത്തറയൊന്നും ആർക്ക് ഇളക്കാനൊക്കത്തില്ല. അത് ഇവർക്കും അറിയത്തില്ല, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇവരും പേടിക്കുന്നത്. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, ഭയങ്കര ഫിലോസഫിക്കൽ റിലിജിയനാണത്. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്തല്ല, ഒരു ഫിലോസഫിക്കൽ റിലിജിയനാണ് അല്ല. ഇതൊരു മാർഗമാണോ? അല്ല. പക്ഷേ ഇതൊരു ജീവിതമല്ലേ? നമ്മൾ അറിഞ്ഞോ അറിയാതെ പറയുന്നു, എന്താണ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതമാണ്. ഇതെന്താണ്? ക്രിസ്തീയ പാട്ടുമില്ലേ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം അല്ലേ? ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ക്രിസ്തീയ ജീവിതമാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈഫ്. ഇത് ലൈഫാണ്. ഇത് ഈ ലൈഫിനകത്ത് നമ്മൾ ഓർക്കേണ്ട കുറേ കാര്യങ്ങളെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ വാക്യം നോക്കിക്കേ, സഹോദരപ്രീതി നിലനിൽക്കും. ബ്രദർലി ലവ് കണ്ടിന്യൂ. സഹോദരപ്രീതി നിലനിൽക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സഹോദരപ്രീതി നിലനിൽക്കണം. സഹോദരപ്രീതി നിലനിൽക്കാൻ പറയാൻ കാര്യം എന്തായിരിക്കണം? അത് എന്ത് ചെയ്യപ്പെടാതിരിക്കാം, നിലനിൽക്കപ്പെടാതിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ലേഖനകർത്താവ് പ്രത്യേകം പറയുന്നത് അതെന്തോ ചെയ്യണമെന്ന്, നിലനിന്ന് പോകേണ്ട ഒരു കാര്യം. അപ്പോൾ നിലനിൽക്കാൻ അതിൻ്റെ അടിത്തറകളിലൊക്കെ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് പറയുക നിലനിന്ന് പോകണം. നോക്കണേ, സഹോദരപ്രീതി എന്തുകൊണ്ട് അത് നിലനിൽക്കണമെന്ന് ദൈവം പറയാൻ കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? തൻ്റെ സ്വന്തം സ്വരൂപത്തിലും ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്ക്നെസ് ഗോഡ് ക്രിയേറ്റഡ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസികളായ നമ്മൾ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ആരാണ്? ത്രിയേക ദൈവം. ആരൊക്കെയാണ്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തൃത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തൃത്വത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഏകദൈവ വിശ്വാസികളാണോ ബഹുദൈവ വിശ്വാസികളാണോ? ഏകദൈവ വിശ്വാസികളാണ്. നമ്മൾ ആരല്ല? ബഹുദൈവ വിശ്വാസികളാണോ? അല്ല. അപ്പോഴും നമ്മൾ ആര് വിശ്വസിക്കുന്നു? തൃത്വത്തിൽ വിശ്വസിക്കും. തൃത്വത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? 2000 വർഷമായിട്ട് ഏറെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിശ്വാസ പ്രമാണമാണ് തൃത്വം. എന്തുമാത്രം പഠനങ്ങൾ, എന്തുമാത്രം റിസർച്ചുകൾ, എന്തുമാത്രം പുസ്തകങ്ങൾ, അതിനെതിരെയുള്ള എന്തുമാത്രം പാഷണ മതങ്ങൾ, ദുരുപദേശങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഇന്നും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായിട്ട് നിൽക്കുന്നു എന്ത്? തൃത്വത്തിലുള്ള വിശ്വാസം അല്ലേ? കത്തോലിക്കർ പറയുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധനുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മൾ ഇച്ചിരി മാറ്റി പറയുന്നു പിതൃപുത്ര പരിശുദ്ധി ആത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ വാഴും അനുഗ്രഹവും കൂട്ടായ്മയും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലാണ് എന്ത്? തൃത്വത്തിലുള്ള വിശ്വാസം അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ തൃത്വത്തെ? ഭയങ്കര പാടാണ് ആ തൃത്വം പറയാൻ, വാക്കുകളില്ലെന്നുള്ളതാണ്. കാരണം ഭാഷ പരിമിത. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ 10,000-10,000 ആകെ വരുന്ന മലയാളം വാക്കുകളിലോ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? ഡിക്ഷണറി എടുത്ത് നോക്ക്, എത്ര വാക്ക് കാണും? 10,000 വാക്കോ 15,000 വാക്കൊക്കെയല്ലേ ഉള്ളൂ. ഇത്രയും വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ ആസ്തിക്യത്തെ പറയാൻ ഒക്കത്തില്ല. ഭാഷ പരിമിതമാണ്. എന്നിട്ടും ദൈവം നമുക്ക്, പരിമിതിയില്ലാത്ത ദൈവം നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെ? പരിമിതപ്പെട്ട് തന്നെ നമുക്ക് വെളിപ്പെടുത്തി യേശുവിലൂടെ. അപ്പം ദൈവം ത്രിയേക ദൈവമാണ്. ത്രിയേക ദൈവത്തെ നമുക്ക് എനക്കെന്നെ മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ മാത്രം എഴുതുന്നൊരു കാര്യമുണ്ട്. എന്താണ് യോഹന്നാൻ ലേഖനം എഴുതുന്ന പറയുക? ദൈവം ആരാണ്? സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹമാണ്. യോഹന്നാനാണ് അത് ഏറെ പറയുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ അത് പറയാൻ കാര്യം? യോഹന്നാൻ യേശുവിൻ്റെ എവിടെയാണ് ഇരുന്നത്?
മാറിലിരുന്നത്. യോഹന്നാൻ മാത്രമേ മാറിലിരുന്നിട്ടുള്ളൂ. യോഹന്നാൻ മാറിലിരുന്ന, മോനെ സംസാരിക്കരുതേ, മാറിലിരുന്ന യോഹന്നാൻ മാത്രമേ കർത്താവിൻ്റെ പിളർന്ന ചങ്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? കണ്ടിട്ടുള്ളൂ. വേറെ ആരും അത് കണ്ടത്? വേറെ ആരും അത് കണ്ടില്ല. പിളർന്ന ചങ്ക് കണ്ട യോഹന്നാൻ, മാറിലിരുന്ന യോഹന്നാൻ എഴുതി. ദൈവം ആരാണ്? സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹമാകണമെങ്കിൽ ഒരാളും മതിയോ? ഒന്നിലധികം പേര് വേണോ? നിങ്ങൾ മാത്രം ലോകത്ത്. ചിലക്ക് മൂച്ചനൊക്കെ പറഞ്ഞത് പൊക്കോ, എല്ലാവരും പൊക്കോ, ഞാൻ നിന്നെ ജീവിച്ചോളാം എന്നൊക്കെ പറയും. പക്ഷെ ജീവിക്കുമോ? ഇല്ലേ. എന്നാ കാര്യം? ജീവിക്കുമോ? ഇല്ല. എന്താ കാര്യം? എത്ര വട്ടം വീട് വിട്ടിറങ്ങി പോകുന്നു പറഞ്ഞിട്ട് പോയോ? ഇല്ല. എന്നാ കാര്യം? ഞാനൊരു വീട്ടിൽ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഒരു ഡൈനിങ് ടേബിളിൽ ഒരു വലിയ എഴുത്ത്, അവിടുത്തെ ഒരു പേപ്പർ വെയിറ്റും ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അച്ചായൻ പോവുകയാണ്, ഇനി ഞാൻ തിരിച്ച് വരത്തില്ല. ഞാൻ ഓടിപ്പോയി ആൻറ്റി വിളിച്ചു, എൻ്റെ ആൻറ്റി ഇതാരാ എഴുതി? അച്ഛൻ ആണോ? നോക്കിയിട്ട് പറയാം, അച്ഛൻ പാസ്റ്റർ പേടിക്കണ്ട, പുള്ളി പോകത്തില്ല. പോയാലേ ഇങ്ങനെ വരും, പേടിക്കണ്ട. അച്ഛൻ അങ്ങനെയൊന്നും പോകത്തില്ലെന്ന്. അച്ഛൻ പോകത്തില്ല, പേടിക്കണ്ട. ഇവർ കൂളായിട്ട് നിൽക്കുക, നമ്മുടെ ചങ്കിടിക്കുക, പോകത്തില്ല. അങ്ങനെ അച്ഛൻ പോകത്തില്ല, പോകാൻ ഒക്കത്തില്ല മനുഷ്യൻ. അതെന്നാ കാര്യം? സ്നേഹമാണെങ്കിൽ ഒരാളും മതിയോ? ഒന്നിലധികം പേര് വേണം. ഒന്നിലധികം. നമ്മൾ മാത്രം 1000 ഏക്കർ തോട്ടത്തിന് നടുവിൽ താമസിക്കുക. വട്ട് പിടിക്കാൻ വേറെ വല്ല മാർഗം വേണോ? ഒറ്റയാഴ്ച കഴിഞ്ഞ് നോക്കിയോ, നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകത്തില്ലേ? ശബ്ദം കേൾക്കും. എന്തു ചെയ്യും? ഒന്നും വേണ്ടാന്ന്. ഈ ആരും വീട്ടിലില്ലാത്തപ്പോൾ ഒന്ന് ഉറങ്ങാം. എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഞാനിന്ന് ഉറങ്ങാൻ പോവും. ഉറക്കം വരുമോ? വരത്തില്ല. ഇവരെല്ലാം ഇല്ലാത്തപ്പോൾ വേണം എനിക്ക് സുഖമായിട്ട് എന്തോ ചെയ്യാൻ, ഉറങ്ങത്തില്ല. അതിനല്ലേ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ഇല്ലാത്തൊരു തലവണ എടുത്ത് വെക്കത്തില്ലേ? അതെന്തിനാ? ആരും വേണം മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണ്. മനുഷ്യൻ ആരെയും അവിടെയൊക്കെ ഒരു ആത്മീയ വശങ്ങളുണ്ട്. കാരണം മനുഷ്യൻ എവിടുന്ന് വന്ന? ദൈവത്തിൻ്റെ ഛായയെ വന്ന. അവന് മാത്രമുള്ള കഴിവാണ്. എന്തിനുള്ള കഴിവ്? സ്നേഹിക്കാനും. മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡ് എന്താ? മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് വേറെ ആൻസറൊക്കെ വരും. ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ അമേരിക്കയിൽ, ഞാൻ അവനോട് പറഞ്ഞിടാം നിർബന്ധമായിട്ട് ഇവനെ നാട്ടിൽ വിടണം. കാരണം അവന് മലയാളം അറിയില്ല, അവൻ കപ്പ തിന്നത്തില്ല, അവൻ ചോറുണ്ണത്തില്ല, അവൻ ബർഗർ മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഇവനെ നാട്ടിൽ വരും. ഇവനെ ഞാൻ കപ്പ തീറ്റിക്കോ? കാരണം അവൻ കപ്പ തിന്നട്ടെ, അവൻ നാടറിയട്ടെ. ഇവനെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്നു. അവൻ നേരെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മച്ചിക്ക് ഒരു ഉമ്മയെ കൊടുത്തു. അമ്മച്ചി ഇവിടെ വൈഫൈ ഉണ്ടോ? അമ്മച്ചി ചോദിച്ചാൽ എന്തോടാ മോനെന്ന് ചോദിച്ചേ. അമ്മച്ചിക്ക് 80-90 വയസ്സുണ്ട്. അമ്മയുടെ അമ്മ വൈഫൈ ഉണ്ടോ? നോ വൈഫൈ അതെന്താ പാടാ? അപ്പം അവൻ അവസാനം മനസ്സിലാക്കി എന്തോ ഇല്ല. അവൻ അപ്പനെ വിളിച്ചങ്ങ് ഷോ ഹിയർ ദർ ഇസ് നോ വൈഫൈ, ഐ കാൻ ഗെറ്റ് ആക്സസ് ടു മൈ ഫേസ്ബുക്ക്, സോ ഐ ആം മൂവിങ് ആൻഡ് ഹീ ലെഫ്റ്റ് ദ ഹോം. അവൻ എന്നിട്ട് ഹോട്ടലിൽ പോയി താമസിച്ചു. എന്തോ വൈഫൈ. അതാണോ ബേസിക് നീഡ്? വൈഫൈ ഇല്ല ഇവിടെ വല്ലതും പറ്റുമോ? എന്തോ പറ്റുമെന്ന് ഈ പറയുന്നത്? ഒന്നും പറ്റത്തില്ല. പക്ഷെ മനുഷ്യൻ ഇന്ന് പലതും അല്ല ബേസിക് നീഡ്. ബേസിക് നീഡ് വേറൊക്കെ എന്തൊക്കെയോ ആയില്ലേ? അപ്പം നോക്കണം, മനുഷ്യൻ്റെ ബേസിക് നീഡ് എന്ന് പറഞ്ഞത് വൈഫൈ ഒന്നും അല്ല. മനുഷ്യൻ്റെ ബേസിക് നീഡ് ഭക്ഷണം എന്ന് പറയും. ഇപ്പം ഭക്ഷണം പോലും ഇല്ല നമുക്ക് ജീവിക്കാം. കുറച്ച് ദിവസങ്ങൾ 40 ദിവസം ഉപസിച്ചിട്ടില്ലേ? ചത്തുപോയോ? ഇല്ല. 40 ദിവസം ഉപസിച്ചിട്ടില്ലേ? 21 ദിവസമൊക്കെ സുഖമായിട്ട് പോയില്ലേ? കഴിക്കുന്നതിലും സുഖമല്ലേ? കഴിച്ചുകൊണ്ട് നടക്കുന്നതിലും സുഖമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഉപവസിച്ചുകൊണ്ട് നടക്കാൻ അല്ലേ? ഒത്തിരി ഭക്ഷണം കഴിച്ചാൽ ക്ഷീണം കൂടും. ഉപവസിച്ചാലോ നല്ല സുഖമാണ്. ആദ്യത്തെ 2 ദിവസമൊക്കെ ഉള്ളൂ വിശപ്പൊക്കെ, പിന്നെ അങ്ങ് ഓക്കെയാവും. പിന്നെ വെള്ളം കുടിച്ചാൽ മതി, അതങ്ങ് പൊക്കോളും. അപ്പം മറ്റസുഖമൊന്നും ഇല്ലെങ്കിൽ. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, അപ്പം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം എന്താ? മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. ടു ലവ് ആൻഡ് ടു ബി ലവ്. ഇതല്ലേ മനുഷ്യൻ്റെ ആവശ്യം. ഈ ആവശ്യം ദൈവം അറിഞ്ഞിട്ട് മനുഷ്യനെ ആ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ബന്ധങ്ങൾ കൊടുക്കുകയാണ്. അവിടെയാണ് നമുക്ക് ദൈവം ബന്ധമാണെന്ന് ചിന്തിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മാത്രമുള്ള കഴിവാണ് എന്തിനുള്ള കഴിവ്? ബന്ധങ്ങൾക്കുള്ള കഴിവ്. അവിടെയാണ് നമ്മൾ തൃത്വത്തെ മനസ്സിലാക്കുക. തൃത്വം എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധമല്ലേ? സ്നേഹം, കുടുംബമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഈ കഴിവുകളുണ്ട്. ആ കഴിവുകളിലെ ഏറ്റവും ഉന്നതമായ കഴിവാണ് എന്ത്? സാഹോദര്യ ബന്ധം, കുടുംബ ബന്ധങ്ങൾ. അപ്പന്, അമ്മ, മക്കള് ഇവർ ഒരുമിച്ച് ജീവിക്കുക അല്ലേ? എന്ത് ബന്ധമാണ്? സാഹോദര്യ ബന്ധമാണ്. സഹോദര ബന്ധം ചെറിയൊരു കാര്യമാണോ? അല്ല. ബ്രദർ എന്നൊക്കെ പറയുന്ന വാക്കിനേക്കാട്ടിലൊക്കെ അർത്ഥവത്തായ ഒരു വാക്കാണ് മലയാളത്തിലെ സഹോദരൻ. എന്താണ്? സഹ അധികം ഉദരൻ, ഒരു ഉദരം പങ്കുവെച്ചവർ, അവരുടെ പേരാണെന്ത്? സഹോദരൻ എന്നൊക്കെ പറയും. അപ്പോൾ സഹോദര ബന്ധം ചെറിയൊരു കാര്യമാണോ അത്? അല്ല അല്ലേ? അപ്പോൾ സഹോദര ബന്ധം എന്ത് ചെയ്യട്ടെ? നിലനിൽക്കട്ടെ. അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് ദർശനമാണ് ചർച്ച എന്ന് പറയും. ചർച്ചയിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? എന്താ വിളിക്കുക?
സഹോദരനും സഹോദരി. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കണ്ട എന്താ വിളിക്കും? സഖാവെ എന്ന് വിളിക്കും. രണ്ട് കുടിയന്മാർ തമ്മിൽ കണ്ട എന്താ വിളിക്കും? കുടിയന്മാർ തമ്മിൽ കണ്ട എന്താ വിളിക്കുന്നേ? അളിയ എന്ന് വിളിക്കത്തില്ലേ? അളിയ, എൻ്റെ അളിയ. ഏത് വകയിലാണെന്ന് അറിയത്തില്ല. എങ്ങനെയായാലും സഹ കുടിയന്മാർ കുപ്പിയെടുത്ത് വെച്ചാൽ അവരാരായി? അല്ല, ഞങ്ങളുടെ റാന്നിക്കാരൻ റജിയോടൊക്കെ ചോദിച്ചാൽ മതി, ഏത് കൊടിയന്മാർ തമ്മിൽ കുപ്പി വെച്ചോ അവരാരായി? അറിയാം. ഫിലിപ്പിനോട് ചോദിക്കില്ല, അവനിതൊന്നും അറിയാത്ത ആളാ. പുള്ളി പണ്ട് തൊട്ടേ ആരോ അങ്ങനത്തെ ഒരു മേഖല അറിയാൻ വയ്യ. പക്ഷെ പുള്ളി ഇവിടെ വളർന്നതല്ലേ. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ച് കുടിയന്മാർ തമ്മിൽ കണ്ടോ അവർ വിളിക്കും, എന്താ വിളിക്കും? അളിയാന്ന് വിളിക്കും. അത് ഏത് വകയിലാണെന്ന് അറിയത്തില്ല. പക്ഷെ പെന്തക്കോസ്തുകാർ തമ്മിൽ കണ്ട എന്താ വിളിക്കുക? സഹോദരങ്ങൾ. ഭയങ്കര ബന്ധമല്ലേ സഹോദരൻ? അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് എന്ത് ബന്ധം? സഹോദര ബന്ധം. അത് നിലനിൽക്കണം. പലപ്പോഴൊക്കെ ഞാൻ അതിനകത്തൊക്കെ ഭയങ്കര ആത്മീയത കാണുന്നു. 4-5 ചേട്ടാനിയന്മാർ, ഇവർ തമ്മിൽ വഴക്കുണ്ടായി. കുടുംബ വഴക്കാണേ. തമ്മിലടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വേറൊരുത്തൻ വന്നിട്ട് അതിൽ ഒരുത്തനിട്ടൊരു അടി വെച്ച് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ ഈ അടിച്ചുകൊണ്ടിരുന്ന 5 അവന്മാരും കൂടി മറ്റവനെ എടുത്തിട്ട് അടിച്ചു. എടാ, നിങ്ങൾ അടിച്ചില്ല, അത് ഞങ്ങൾ അടിച്ചോളാം, പക്ഷെ നീ ഞങ്ങൾ എന്ത് ചെയ്യണ്ട, അടിക്കണ്ടെന്ന്. അതിൻ്റെ കാര്യം എന്താ? സഹോദര ബന്ധം. ചെറിയൊരു കാര്യമാണ്. എൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഭയങ്കര കുടിയനായിരുന്നു. കുടിച്ചൊരിക്കൽ വഴക്കുണ്ടാക്കിയിട്ട് ടൗണിൽ നിന്ന് എല്ലാവരെയും അടിച്ചു. അടിയും പിടിയും മൂക്കുക. അവസാനം എല്ലാവരും പറഞ്ഞു ബഹളമായി. അപ്പയെ കണ്ടെന്ന് വരുത്തി. അപ്പയെന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്തു? ഈ പുള്ളിയെ പിടിച്ച് കെട്ടി. പുള്ളി ഭയങ്കര കായ്ക്കാപ്പീസ്. ഒരു തരത്തിൽ പിടിച്ച് കെട്ടി കയ്യും കാലും എല്ലാം കൂടെ കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തുടങ്ങിയപ്പോൾ ഒരുത്തം വന്നൊരടി. ഞാൻ അപ്പം താപ്പട്ട് വെച്ചിട്ട് കൊന്നുകളെ നിന്നെ, എൻ്റെ ചേട്ടനെ നീ തൊടരുത്. ഞാൻ കെട്ടി, അത് ഞാനല്ലേ, പക്ഷെ നീ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. എന്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഒരു കാര്യം, ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. എന്ത് ബന്ധം? സഹോദര ബന്ധം. പക്ഷേ നമ്മൾ പറയുന്നു ഈ ബന്ധമൊക്കെ ഇല്ലാത്ത ആർക്കാ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർക്കാണ്. എൻ്റെ പൊന്നെ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരിടയിൽ എന്തോ ബന്ധമെന്നറിയോ? എന്തൊരു സ്നേഹ. അവിടെ ഒരാൾ ചാകട്ടെ, എന്തൊരാളായിരിക്കും. രാത്രി മുഴുവൻ ബോഡി അവിടെ ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾ കാണും. കാശുള്ളവൻ്റെ വീട്ടിലോ ചത്ത ഒരൊറ്റ ഈച്ച കാണത്തില്ല. മോർച്ചറി കൊണ്ട് വെക്കും. എത്രയിടത്തിരിക്കുന്ന 1 മണി കഴിഞ്ഞാൽ ഞാനും ശവവും മാത്രം കാണും. ബാക്കി എല്ലാവരും കിടന്നു. അങ്ങനെ എത്ര രാത്രികൾ ഞാനും മോർച്ചറിയും തന്നെ കിടന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും പോകും. കാരണം അവർക്കൊക്കെ ഉറക്കളയ്ക്കാൻ വയ്യാന്ന്. പക്ഷേ സാധാരണക്കാരൻ്റെ വീട്ടിൽ എന്തൊരു ബന്ധങ്ങളാണ്. ബന്ധങ്ങൾ വലുതുള്ളത് സാധാരണക്കാരുടെയിലാണ്, അല്ലയോ? സാധാരണക്കാരിൽ എന്തൊരു ബന്ധം. ഒരാവശ്യം വരട്ടെ, അവിടെ എന്തെല്ലോ ആൾ വരും. ആശുപത്രിയിൽ കൊണ്ടുപോട്ട് എന്ത് ആൾക്കാർ വരും. നമ്മുടെ ഇടയിലൊക്കെ അത് ബന്ധങ്ങൾ. വലിയ ആൾക്കാരുടെ ആശുപത്രിയിൽ പോയാൽ ആരും കാണത്തില്ല, നിൽക്കാൻ ആരും കാണത്തില്ല. പിന്നെ ആരെ വിളിക്കണം? ആയെ വിളിക്കണം, അല്ലെ ഹൗസ് നേഴ്സിനെ വിളിച്ച് വരുത്തണം. മറ്റേടത്ത് ഒന്നും ആവശ്യമില്ല, അവരെല്ലാം ടേൺ വെച്ച് വന്നോളും. എന്തുള്ളത് കൊണ്ടാണ്? ബന്ധമുള്ളതുകൊണ്ട് അല്ലേ? ഞങ്ങളുടെ ഇവിടെ അങ്ങും കിഴക്കൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഇപ്പം വഴിയൊക്കെ ആയി. പണ്ട് കോസ്വേ, പിന്നെ വണ്ടിയൊന്നും ഇറങ്ങിയിട്ട്. അവിടുത്തെ രസകരമായ സംഭവം, അവിടുത്തുകാരനടുത്തും പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് ആശുപത്രിയിലൊക്കെ പോകാൻ വേണ്ടി അസുഖമൊക്കെ വന്നാൽ ജീപ്പ് ഇറങ്ങി വരണം. ഫ്രണ്ടുള്ള ജീപ്പേ കയറിപ്പോത്തുള്ളൂ, 4x4 ഉള്ളത്. അപ്പം ജീപ്പ് ഇറങ്ങി വരുമ്പോഴേ അറിയാൻ രാത്രിയിൽ എന്തോ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ ഒരാൾക്ക് അസുഖം കൂടി ജീപ്പ് വന്നു. ആൾക്കാർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം. എല്ലാവരും കൂടെ വന്നു, എടുത്തിട്ട് എല്ലാവരും വന്ന പിള്ളേരെല്ലാം ചാടി കയറി ജീപ്പേ. അവസാനം രോഗിയെ കെട്ടാൻ സ്ഥലമില്ല. എല്ലാവരും കൂടി വരിക. എന്തൊരു എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, ബന്ധമുണ്ടെന്ന്. അതിൽ ഏറ്റവും വലിയ ബന്ധമാണ് സഹോദര ബന്ധം. ശരിയല്ലയോ? ജീവിതത്തിൽ നിന്ന് ഏറെ പഠിക്കേണ്ട കാര്യങ്ങളല്ലയോ? എൻ്റെ കൊച്ചുങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. കൊച്ചു പിള്ളേർ ഇതുപോലൊക്കെ ഇവരെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ശരിയല്ല. എന്നാലും പിള്ളേരൊക്കെ കൊച്ചു വഴക്കൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഉണ്ടാക്കും. അവരെന്തോ പഠിക്കുന്നത്? പിണങ്ങുന്നു, പിന്നെന്തോ ചെയ്യുന്നു? ഇണങ്ങുന്നു. നമ്മൾ ഇടപെടാതിരുന്നാൽ മതി. അവർ പിണങ്ങും, അവരെന്തോ ചെയ്യും? ഇണങ്ങും. ഇടപെട്ട് വലിയ ബഹളമാക്കരുത്. അവരടിച്ചോളും, അവരെന്തോ ചെയ്തോളും, തീർത്തില്ലേ? അത് തീർക്കാൻ സഭാ കമ്മിറ്റി കൂടിയോ? ഇല്ല. 2 സഹോദരന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി എത്ര കമ്മിറ്റി ഇരുന്നാലും തീരത്തില്ല. പക്ഷെ ഇവരുടെ ഇടയിലെ പ്രശ്നമോ തീരും. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ആരെ പോലെ ആകാൻ ശിശുക്കളെ കർത്താവിന് സ്തോത്രം ചെയ്ത്. മനസ്സിലായില്ലേ? അവർ പിണങ്ങും, പക്ഷെ അവരെന്തോ ചെയ്തു? ഇണങ്ങിയില്ലേ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്തോ ചെയ്തു? പിള്ളേർ തമ്മിൽ വഴക്കുണ്ടായി. മൂത്തവന് ഒറ്റ ഇടി. ഞാൻ വല്ലാതെ ചിന്തിച്ച ഒരു കാര്യമാണ്. ഒറ്റ ഇടി. ഈ ഇടി കണ്ട് ഇടിച്ചു. കൊച്ചവൻ്റെ മൂക്കാമ്പട്ട പോയി. ഇവനെ കൊണ്ട് ആശുപത്രിയിൽ പോയി. പേടിച്ചു പോയി. ബ്ലഡ് ഇങ്ങനെ വരിക. മെനാന്തോട്ട അതിലുള്ളൊരു ഹോസ്പിറ്റൽ ഞങ്ങളുടെ അടുത്തുള്ള. അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം ഐസൊക്കെ വെച്ചു. പിന്നെ അവർ പാരാസെറ്റമോൾ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. വന്നവരെല്ലാം അടിച്ചവരെ വിരട്ടി. കൊച്ചവനെ 6-7 വയസ്സ് കഷ്ടിച്ചോളൂ. എടാ, നമ്മൾ ഈ അടിക്കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അത് ആരെ അറിയിക്കും? നാച്ചുറലായിട്ട് അത് ആർക്ക് റിപ്പോർട്ട് ചെയ്യും? പോലീസിന്. ഇപ്പോൾ ആര് വരും? പോലീസ് വരും. എടാ, പോലീസ് വരും. നിന്നെ കൊണ്ടുപോകും. ഇവനിങ്ങനെ നിൽക്കുകയാണ്. വരുന്നവരെല്ലാം വരട്ടുകയാണ്. അപ്പം ഈ അടി കൊണ്ട് കിടക്കുന്നവൻ ഇടയ്ക്ക് കേട്ട് പോലീസ്. അവൻ പതുക്കെ എഴുന്നേറ്റിട്ട് അപ്പച്ചനോട് ഞാൻ ചോദിച്ചാൽ, അപ്പച്ച എന്തിനാ അപ്പച്ച പോലീസ് വരുന്നേ? അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ പോലെ നമ്മുടെ കുറ്റമല്ലടാ, നമ്മളിങ്ങനെ അടിക്കേസ് അവിടെ ചെന്നാൽ അവരറിയിക്കും. പോലീസ് വരുമോ? ഒന്ന് എൻ്റെ അപ്പനെ കൊണ്ടുപോകും. കൊണ്ടുപോകും.
എൻ്റെ ചേട്ടനെ എന്നെ അടിച്ചതിന് എനിക്ക് കുഴപ്പമില്ല, ആർക്കാ കുഴപ്പം? ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ചേട്ടനെ കാണാൻ പോലീസ് കൊണ്ടുപോയാൽ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇമാരെ കാണുന്നില്ല. തപ്പിച്ചെന്നപ്പോൾ എവിടെയെന്നറിയാമോ? ഈ അടി കൊണ്ട് അനിയൻ ഒരു പുതപ്പിനകത്ത് കയറ്റി കെട്ടിപ്പിടിച്ച് ബാബ വെക്കുക. ആരെ? ചേട്ടനെ. ആര് കൊണ്ടുപോയിരിക്കാൻ? ഇതിൻ്റെ പേരാണ് എന്ത്? ഇതിൻ്റെ പേര് എന്ത്? സഹോദരൻ. പക്ഷേ പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ അകലുകല്ലേ. എന്തിൻ്റെ പേരില്ല? ആത്മീയരാണെന്ന്, അന്യഭാഷയുണ്ടെന്ന്. ക്ഷമിക്കണേ, ഒരു ദൈവസഭയുടെ പാസ്റ്ററായതുകൊണ്ട് പറയുക, പുറത്ത് എത്രയോ DYFIക്കാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, എത്രയോ BJPക്കാരുമായിട്ട് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, അവിടെ എങ്ങുമുള്ള ബന്ധങ്ങൾ എവിടെയാണ് ഇല്ലാത്തത്? ആത്മീയരുടെ ഇടയിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊരു ന്യായം പറയും. എന്താണ്? അവർ അവിശ്വാസികളാണ്. എന്നിട്ടോ അതുവഴി പോര് വരുമെന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്തു. അവരെന്തോ ചെയ്തെന്ന്? ബന്ധനമാണെന്ന്, കൂടോത്രം ചെയ്തെന്ന്. അങ്ങനെ കൂടോത്രം ചെയ്യത്തില്ല. ഏറ്റവും കൂടോത്രക്കാരന് കുറഞ്ഞത് 10,000 രൂപ കൊടുക്കണം. ഇപ്പോൾ വട്ടുണ്ടോ നിങ്ങൾക്കെതിരെ? 10,000. അവൻ്റെ പിള്ളേർക്ക് എത്ര കിലോ ഇറച്ചി മേടിച്ച് കൊടുക്കുക? അവൻ്റെ പിള്ളേർക്ക് എത്ര കിലോ ഇറച്ചി കിട്ടും? കൂടോത്രം ചെയ്തെന്ന്. ഇതൊക്കെ ആരും കൂടോത്രം ചെയ്താൽ എന്തോ പറ്റും? കൂടോത്രം ചെയ്താൽ എന്തോ പറ്റും? എന്തുമാത്രം കൂടോത്രം ഞാൻ എൻ്റെ കൈ കൊണ്ട് വാരി കളഞ്ഞിട്ടുണ്ട്. ഇതുവരെ കൃപയാൽ ഒന്നും പറ്റിയിട്ടില്ല. എന്തോ പറ്റുമെന്നായി പറയുന്നത്. തമ്പുരാൻ അറിയാതെ നമ്മുടെ തലയിലെ മുടി പോലും പോകത്തില്ലെന്ന് ദൈവം പറഞ്ഞിട്ടില്ലേ? അത്രയെങ്കിലും വിശ്വസിക്കണ്ടേ? കർത്താവിന് സ്തോത്രം ചെയ്ത്. അപ്പം നോക്കുക എന്താ പറ്റുന്നത്? ബന്ധങ്ങൾ അകലുന്ന ലോകമല്ലേ? ബന്ധങ്ങൾ അകലുന്ന ലോകമല്ലേ? അകലുന്ന ലോകത്ത് കർത്താവ് ആഗ്രഹിക്കുന്നു എന്തു വില കൊടുത്തും ബന്ധങ്ങൾ നിലനിർത്തണം. സഹോദരപ്രീതി അതെന്ത് ചെയ്യട്ടെ? നിലനിൽക്കട്ടെ. ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഹോദരപ്രീതി നിലനിൽക്കണ്ടേ? നിലനിൽക്കപ്പെടേണ്ട ഒന്നാണ് സഹോദരപ്രീതി. പക്ഷെ ചെറിയ കാര്യങ്ങളിൽ ബന്ധങ്ങൾ അകലുകയാണ്. എന്തിനാ ബന്ധങ്ങൾ അകലുന്നത്? വസ്തുവിൻ്റെ പേരിലാണെന്ന്, വീതം വെച്ചതിൻ്റെ പേരിൽ. എന്തുമാത്രം പേര് മിണ്ടാതിരിക്കുന്നു? വീതം വെച്ച്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നുമില്ലാത്തവർ വീതം വെച്ചപ്പം അനിയൻ പറയുക, അച്ചായ എനിക്കൊന്നും വേണ്ട. അതെന്നാടാ, നീ കുടുംബത്തിലല്ലടാ, തനക്ക് എന്തെങ്കിലും തരണ്ടേ? വേണ്ട, ചേട്ടന് വയ്യാന്ന്, ചേട്ടന് 3 പെണ്ണും അച്ഛാ അവന് കൊടുത്തരാം, അവനെ കൊണ്ട് വീടൊന്നും വീഴാനൊക്കത്തില്ല. എന്നിട്ടോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മുണ്ടും മടക്കി കുത്തി അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനോർത്തോണം ആരിലും കാണാത്തൊരു ആത്മീയത അവിടെ കാണത്തില്ലേ? ചേട്ടനും എടുത്തു. പക്ഷേ ഉള്ളവരുടെ ഇടയിലോ വിട്ടു കൊടുക്കട്ടെ, ഞങ്ങളുടെ അവകാശമാണ്, അപ്പൻ്റെ വീതമാണെന്ന്. എന്നിട്ടോ ഒരുത്തൻ കേസ് കൊടുത്തേക്കുക. എന്താണ്? വീതം വെച്ച് വന്നപ്പോൾ അതിലല്ല തേക്കെല്ലാം നിന്ന് 8-10 തേക്ക് നിരന്ന് നിൽക്കുക. ഇപ്പോൾ ഈ തേക്ക് വലുതായി എത്ര രൂപ കിട്ടും? അതിന് കൊണ്ട് കേസ് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു കേസ് കൊടുക്കരുത്. തേക്കിന് കേസ് എത്ര നാളെ നീളും? സിവിൽ കേസ് മാത്രമാണോ? വക്കീൽ എന്ത് പൈസ കൊണ്ടുപോകും? അപ്പോൾ ഈ ബുദ്ധിമാൻ പറയാണ് പാസ്റ്റൊന്നും, പക്ഷേ കേസ് അങ്ങോട്ട് നീളിട്ടോ നീണ്ടാൻ നമുക്ക് വക്കീലിന് കൊടുക്കുന്ന പൈസ തേക്ക് അപ്പുറത്തേന് വണ്ണം വെക്കുമെന്ന്. മനസ്സിലായില്ലേ? ബുദ്ധിമാനല്ലേ? തേക്ക് എന്തോ വെക്കും? വണ്ണം വെക്കും. അപ്പോൾ ഈ വക്കീലിന് കൊടുത്ത പൈസ എവത്തെ മുതലാക്കാം? തേക്കിൻ്റെ വണ്ണത്തെ മുതലാക്കാം, അല്ലയോ? ഒരു കാര്യം, ആരെങ്കിലും ബന്ധങ്ങൾ അകന്നിരിപ്പുണ്ടെങ്കിൽ വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്ത് നിലനിൽക്കട്ടെ? സഹോദരപ്രീതി നിലനിൽക്കട്ടെ. ഒരു കാരണവശാലും ദൈവം ആഗ്രഹിക്കുന്നില്ല ബന്ധങ്ങൾ അകലുവാൻ. അത് സഭയിലാണേലും വീട്ടിലാണേലും. കർത്താവിനെ ഇന്ന് സ്തോത്രം ചെയ്താട്ടെ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. രണ്ടാമത്തെ വാക്യം എന്തും അതിഥി സൽക്കാരം എന്ത് ചെയ്യരുത്? മറക്കരുത്. അപ്പോൾ ഈ വാക്യം മറക്കരുത്. എന്ത്? അതിഥി സൽക്കാരം മറക്കരുത്. ഇന്ന് എല്ലാവരും ഒരു പരിധിവരെ ഒരു ഭയങ്കര നമ്മൾ ഈ പലപ്പോഴും പറയത്തില്ലേ, ലോകം നമുക്കെതിരാണെന്നും നമ്മൾ ലോകത്തിനെതിരാണെന്നും പറയുമ്പോൾ നോക്കണേ, നമ്മൾ ഈ ഭൂമിക്കെതിരാണെന്നാണോ അതിനർത്ഥം? അല്ല. പിന്നെ എന്തിനാ നമ്മളെതിരെ എന്തിനാണ്? സിസ്റ്റം ഓഫ് ദ വേൾഡിനാണ്. ലോകത്തിൻ്റെ സിസ്റ്റത്തിനെതിരാണ് നമ്മൾ. ലോകത്തിൻ്റെ ഫിലോസഫിക്കെതിരാണ്. ലോകത്തിൻ്റെ ഫിലോസഫിയുടെ ഏറ്റവും വലിയ ഫിലോസഫി ഇന്ന് എന്താണ്? എല്ലാവരും അതർ പേഴ്സൺസ് പ്ലഷർ ഓർ പെയിൻ ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഫോർ മീ. അവൻ്റെ വേദനയോ അവൻ്റെ സന്തോഷമോ എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. എന്ത് വില കൊടുത്തും എൻ്റെ പ്ലഷർ, എൻ്റെ സന്തോഷം, അത് മാത്രം എൻ്റെ ലക്ഷ്യം. ആ ഒരു ലോകമല്ലേ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പറയുന്നു എന്താണ്? വീട്ടിൽ ആരെ അധികം എൻ്റർടൈൻ എന്ത് ചെയ്യരുത്. as you know, we don't entertain anyone at home, അല്ലയോ? നമ്മൾ വീടിന് എന്തോ വേണമെന്ന്, പ്രൈവസി. എത്ര നാളാണ് ഈ പ്രൈവസി എന്നുള്ള വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്? റീസെൻ്റായിട്ടൊക്കെ വരുന്ന കാര്യം. ഞങ്ങൾക്ക് എന്തോ വേണമെന്ന്? പ്രൈവസി വേണമെന്ന്. പ്രൈവസി ഉള്ളിടത്തോ പ്രശ്നമല്ല ഉള്ളത്. ഒരു പ്രൈവസി ഇല്ലാത്തടത്ത് ഒരു ഡിവോഴ്സും ഇല്ല. പ്രൈവസി കൂടുമ്പോഴാണ് എന്തോ ഉണ്ടാക്കുന്നത്? ഡിവോഴ്സ്. ശരിയല്ലയോ? പ്രൈവസി ഉള്ളിടത്തല്ലേ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത്? എവിടെ? കൂലിപ്പണിക്കാരുടെ ഇടയിലാണോ? IT മേഖലയിലാണോ?
കൂലിപ്പണിക്കാരുടെ ഇടയിലല്ല. എത്ര കൂലിപ്പണിക്കാരെ ഡിവോഴ്സ് ആയിട്ടുണ്ട്? ആയിട്ടില്ല. അവന് ഒരു ഡിവോഴ്സ്. ഞാൻ പലർക്കും അന്തം വിട്ടുപോയി. എനിക്ക് ഒത്തിരി കോളനികളിലും ഒത്തിരി പാവങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ട്. ചിലപ്പോഴൊക്കെ കാണും ഇവൻ കുടിച്ചിട്ട് നിൽക്കുകയാണ്, പാവം പിടിച്ചവനാ, കോളനിയിൽ നിന്ന് കൂലിപ്പണിക്കാരനാ, ചുമട്ടുകാരനാ, പിടിച്ചു ഇപ്പം കൊല്ലുമെന്നും പറഞ്ഞ് കത്തിയൊക്കെ എടുത്ത് നിൽക്കുക, എല്ലാവരും അടിക്കാൻ. ഇവനിങ്ങനെ ആലച്ച് പിടിച്ച് ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പെണ്ണും പിള്ള ഓടി ഇങ്ങോട്ട് വരുന്നു. ആരാ? അവൻ്റെ ഭാര്യ. ഇടുകത്തി താഴെ, മായി ഇവിടെ വരാനാ പറഞ്ഞ മനുഷ്യ. താണ്ട് ഇയാൾ കത്തി കിട്ടിയിട്ട് പതുക്കെ പോവുക. കണ്ടിട്ടില്ലേ ആ കാഴ്ച? ഇയാളെ കത്തിയൊക്കെ ഇട്ട് കാവിക്കലിയൊക്കെ മടക്കി കുത്തി അല്ലേ അങ്ങ് പോവാ ആടെ പുറകെ. ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ ഉണ്ടത് വിട്ടവരെ. അവള് പോയി, അവിടെ പ്രശ്നം തീർന്നു. എന്തൊരു കാര്യം! അതിനിടയ്ക്ക് ആരെങ്കിലും കയറി വഴക്കുണ്ടാക്കാൻ ചെന്നാലോ എന്താ പറയുക, എൻ്റെ ചേട്ടനെ ഞാൻ കാണും, അത്രയേ ഉള്ളൂ. ചേട്ടൻ പോയി അവിടെ പറയും, എന്താ അച്ചടക്കത്തോടാ പോകുന്നത്? പോലീസ് വന്നിട്ടും പുള്ളി ഓടിയില്ല, പക്ഷെ ആര് വിളിച്ചപ്പം പോയി. സാധാരണക്കാരൻ്റെ ബന്ധമല്ലേ? അപ്പോൾ നോക്കണേ, അതീത് സർക്കാർ എന്തോ ചെയ്യരുതെന്ന്, മറക്കരുതെന്ന്. അതീത് സർക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. പെന്തക്കോസിൻ്റെ 2-3 തലമുറകൾ വളരെ നല്ലതായി അനുഗ്രഹിക്കപ്പെടാൻ കാര്യം എന്താ? 3-ാമത്തെ തലമുറയിലൊരു കർത്താവിൻ്റെ വില ചെയ്യുന്നവനാണ് ഞാൻ. അഭിമാനത്തോടെ ആവേശത്തോടെ ഞാൻ പറയും, എത്രയോ ദൈവദാസന്മാർക്ക് ഇല്ലായ്മകളിൽ നിന്ന് വെച്ച് വിളമ്പി കൊടുത്ത നമ്മുടെ ഭിന്നാമ്പുറങ്ങളിൽ അമ്മമാരുണ്ട്. അന്ന് പെന്തക്കോസ്തുകാരെ കളിയാക്കി. എന്താണ് പെന്തക്കോസ്തി ചേരണം, കപ്പയും മീനും തിന്നണം. കപ്പ ആർക്കും വേണ്ടായിരുന്നു? വേണോ? വേണ്ട. മീനെന്നൊക്കെ പറയുമ്പോൾ നെന്മീനൊന്നും അല്ല, പിന്നെന്താ, മത്തിയായിരുന്നു. അത് കഴിച്ചു. രണ്ടിനും വിലയില്ലായിരുന്നു. പക്ഷേ ഇന്നറിയാമോ, റബ്ബറിൻ്റെ വില കുറഞ്ഞു. എന്തിൻ്റെ വില കൂടി? കപ്പയുടെ വില കൂടിയില്ലേ? കപ്പയ്ക്ക് 25 രൂപ 30 വരെ ആയില്ല. റബ്ബർ വെട്ടി കപ്പ ഇടുന്ന ഗതികേട് വന്നില്ലേ? കപ്പയുടെ വില കൂടിയത്. കപ്പയുടെ വില കൂടുക മാത്രമാണോ? വലിയൊരൊക്കെ കല്യാണം നടത്തിയാൽ, പാർട്ടി നടത്തിയാൽ മെയിൻ ഐറ്റത്തിൻ്റെ കൂട്ടത്തിൽ എന്തുകൂടെ കയറി? കപ്പയുടെ 5 സ്റ്റാർ ഹോട്ടലിൽ ചെന്നോ എന്തോ കിട്ടും? കപ്പ കിട്ടും. ബിരിയാണി കിട്ടിയില്ലല്ലോ, അവിടെ എന്തോ കാണും? കപ്പ കാണും. കപ്പ മീൻ, കപ്പ ബീഫ്. എന്താ കാര്യം? കപ്പയ്ക്ക് മാന്യഭാവം ഉണ്ടായി ഇല്ലേ? MA ബേബിയുടെ മോൻ്റെ കല്യാണമായിരുന്നു. വഹിച്ചില്ലേ മനോരമ? എന്തുമായിരുന്നു മെയിൻ മെനു? കപ്പ വേവിച്ചത് പോലും അല്ല, പുഴുങ്ങിയ കപ്പയും ചമ്മന്തി. മന്ത്രിമാരെല്ലാം വന്നു, യേശുദാസ് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ടും യേശുദാസ് ഉൾപ്പെടെ വളരെ സന്തോഷത്തോടെ കഴിച്ചു. എന്താണ്? കപ്പയും ചമ്മന്തി. കപ്പയും മീനും പോലും ഇല്ല, കപ്പയും മുളക് ചമ്മന്തിയും കഴിച്ചിട്ട് പോയി. MA ബേബിയുടെ മോൻ്റെ കല്യാണം. കപ്പയ്ക്ക് എങ്ങനെയാ ഈ വലിയൊരു ഭാവം കിട്ടിയത്? അയ്യോ, നമ്മളെ കളിയാക്കിയ സാധനമല്ലേ, അതിന് മാന്യത കിട്ടിയത്. ഒരു കാര്യം ഓർത്തോണേ, ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ബാധ്യതയല്ല. അതുകൊണ്ടല്ലേ ചിക്കു ആവേശത്തോടെ പാടിയത്, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും എന്തല്ല, ബാധ്യതയല്ല. അപ്പോൾ അതിഥി സർക്കാരെ എന്ത് ചെയ്യരുത്? മറക്കരുത്. അതിഥി സർക്കാർ ഇന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. വി ഡോണ്ട് എൻ്റർടൈൻ എനിവൺ അറ്റ് ഹോം എന്നുള്ളൊരു ഫിലോസഫി അല്ലേ? അപ്പോൾ അവിടെയോ പണ്ടൊക്കെ കാലത്ത് ഞാൻ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. കുഞ്ഞിനെ മരിച്ചു പോയത് അപ്പച്ചൻ. എന്നാലും അപ്പച്ചൻ പറഞ്ഞൊരു സംഭവം കൊച്ചിലെ ഓർത്ത്, അത് പിന്നെ കാണാതെ ഇങ്ങനെ പലപ്പം കേട്ടിട്ടുണ്ട്. വീടുകളിലെ ഒരു പ്രശ്നം, ഭർത്താവിൻ്റെ വീട്ടുകാരെ വന്നെങ്കിൽ ആർക്കിഷ്ടമില്ല? ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. വന്ന് കയറിയൊക്കെ എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് നടുവും വയ്യ, കാലും വയ്യ, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇത്ര മണിക്കൂർ നിന്നിട്ടാണ്, എന്നെ കൊണ്ട് നോക്കത്തില്ല. ഇനി ഇവിടെ വീട്ടുകാരെ വന്നെങ്കിൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. അല്ലേ? ഈ ഒരു വീതം വെപ്പ് വലിയൊരു അപകടമാണ്. അപ്പം ഭർത്താവിൻ്റെ വീട്ടിലൊരു അമ്മാവും വന്നു. ആരുടെ അമ്മാവനെന്നറിയാമോ? ഭർത്താവിൻ്റെ അമ്മാവന. അപ്പോളെ ആൻറ്റി തുടങ്ങി പറഞ്ഞേക്കാൻ ഞാൻ കാരണം ഈ പണ്ടത്തെ അമ്മാവന്മാർ വന്നാൽ ഉടനെ ഒന്നും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ബിഗ് ഷോപ്പറൊക്കെ ആയിട്ടാണ് വരുന്നത്. കുറേ സാധനമല്ല അതിനകത്തുണ്ട്, ഉടനെ എങ്ങും പോകത്തില്ല. അപ്പം ഇവരങ്ങ് തുടങ്ങി, എന്താ ഞാൻ പറഞ്ഞേക്കാം. ഈ സഹോദരിമാർ 2 രീതിയിലാണ് പ്രതികരിക്കുന്നത്.